ഹായ് എവരിവൺ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പ്യാഡ്സ്. നമ്മുടെ IOQM 2024 സർട്ടിഫിക്കറ്റ്സ് റിലീസ് ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വർഷം മുതൽ പുതിയൊരു പാറ്റേൺ ആണ്. 2 സർട്ടിഫിക്കറ്റ്സ് നമുക്കുണ്ട്, നാഷണൽ സർട്ടിഫിക്കറ്റ് ആൻഡ് റീജിയണൽ സർട്ടിഫിക്കറ്റ്. സോ നമുക്ക് അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കാം. എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക? നമ്മുടെ യൂഷ്വൽ വെബ്സൈറ്റിൽ തന്നെ, നമ്മുടെ യൂഷ്വൽ ഫോർമാറ്റിൽ തന്നെ നമ്മൾ ലോഗിൻ ചെയ്താൽ ഡൗൺലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. പ്ലസ് നമുക്ക് അതിനുള്ള ഒരു കട്ട് ഓഫ്സ് ഉണ്ട്. നമ്മുടെ RMO ക്വാളിഫിക്കേഷൻ പോലെയല്ല, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കട്ട് ഓഫ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ നാഷണൽ ലെവലിലും റീജിയണൽ ലെവലിലും ടോപ്പ് 10% പെർസെൻറ്റൈൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ ടോപ്പ് 10% ആൾക്കാർക്കാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നോക്കാം. സോ നമുക്കറിയാം, മാത്തമാറ്റിക്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ MTA ആണ് IOQM കണ്ടക്ട് ചെയ്യുന്നത്. RMO കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഫർദർ ആയിട്ടുള്ള സ്റ്റേജുകൾ മുഴുവൻ HBCSE ആണ്. സോ MTA കണ്ടക്ട് ചെയ്ത IOQMന്റെ സർട്ടിഫിക്കറ്റ്സിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ, ആസ് അനൗൺസ്ഡ് ഏർലിയർ, IOQM സർട്ടിഫിക്കറ്റ്സ് ആർ നൗ അവൈലബിൾ. ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. സ്റ്റുഡൻസ് ഹു റോഡ് എക്സാംസ് ഫ്രം പ്രൊബേഷണറി സെന്റേഴ്സ് വിൽ ബി ഏബിൾ ടു ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ്സ് ഓൺലി ആഫ്റ്റർ സൈനിങ് ആൻഡ് അണ്ടർടേക്കിംഗ്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് IOQMൽ കുറച്ച് ഇഷ്യൂസ് അല്ലെങ്കിൽ എന്താണ്, കുറച്ച് ചീറ്റിങ്ങിന്റെ കേസസ് ഒക്കെ വന്നിരുന്നു. സോ കുറച്ച് സ്റ്റുഡൻസിനെ പ്രൊബേഷണറി ലിസ്റ്റിലേക്ക് മാറ്റിയിരുന്നു. സോ ആ ലിസ്റ്റിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവരൊരു സർട്ടൻ അണ്ടർടേക്കിംഗ് സൈൻ ചെയ്തിട്ടൊക്കെയാണ് അത് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ടാണ് അവർക്ക് സർട്ടിഫിക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് സർട്ടിഫിക്കറ്റ്സ് വിൽ ബി അവൈലബിൾ ഫോർ ഡൗൺലോഡ് ടിൽ 15th January 2025. സോ നമ്മുടെ ജനുവരി 15 വരെ മാത്രമാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. സോ ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നിങ്ങൾ മുന്നേ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാന്നുള്ളത്. സോ കട്ട് ഓഫ്സിന്റെ ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ദെൻ എ കാൻഡിഡേറ്റ് മേ ഗെറ്റ് നാഷണൽ സർട്ടിഫിക്കറ്റ് ഓർ റീജിയണൽ സർട്ടിഫിക്കറ്റ് ഓർ ബോത്ത് ഓർ നൺ. അതായത് നമ്മളിപ്പോൾ കേരള റീജിയനിലെ ഒരു റീജിയൻ എടുത്താൽ അവിടെ ഒരു ടോപ്പ് 10% സ്റ്റുഡൻസ് എവിടെ വരെ വരുന്നു ആ മാർക്സ് ആയിരിക്കും സർട്ടിഫിക്കറ്റിനുള്ള കട്ട് ഓഫ്. ഇത് നമ്മുടെ RMO ക്വാളിഫിക്കേഷനുമായിട്ട് റിലേഷനുള്ളതല്ല. എന്താണ്, നമുക്ക് ടോപ്പ് 10% വരുന്ന മാത്രമേ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സിമിലർ ആയിട്ട് നാഷണൽ ലെവലിൽ എല്ലാവരുടെയും മാർക്ക് ലിസ്റ്റ് ചെയ്താൽ ടോപ്പ് 10% വരുന്ന സ്റ്റുഡൻസിന് നാഷണൽ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഒരാൾക്ക് നാഷണൽ കിട്ടാം, നാഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടാം, റീജിയണൽ കിട്ടാം, അല്ലെങ്കിൽ രണ്ടും കിട്ടാം, അല്ലെങ്കിൽ എന്താണ്, നൺ ആയിരിക്കും. സോ കട്ട് ഓഫ്സ് അനുസരിച്ചാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് വരുന്നത്. സോ RMO ക്വാളിഫിക്കേഷനായിട്ട് ഇത് കൺഫ്യൂഷൻ ആവരുത്. ആൻഡ് ദർ ആർ നോ സർട്ടിഫിക്കറ്റ്സ് അവാർഡ് ബൈ MTA ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ RMO. സോ RMO പാർട്ടിസിപ്പേഷന് MTA സർട്ടിഫിക്കറ്റ്സ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് HBCSE വരുന്നത്. Then therefore a few candidates who are eligible to participate in RMO 2024 are not eligible for IOQM സർട്ടിഫിക്കറ്റ്സ് ദിസ് ഇയർ. അതായത് RMOയ്ക്ക് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നില്ല. അത് കംപ്ലീറ്റ്ലി നമ്മുടെ സർട്ടിഫിക്കറ്റ് കട്ട് ഓഫ് ബേസ് ചെയ്തിട്ട് തന്നെയാണ്. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, പ്രൊബേഷണറി സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്കുള്ള കട്ട് ഓഫ്സ് ഒക്കെ ഡിറ്റർമൈൻ ചെയ്തത് സെപ്പറേറ്റ് ലിസ്റ്റ് ആണ്. ആൻഡ് ദെൻ എന്താണ്, അവരൊരു സെൽഫ് ഡിക്ലറേഷൻ സൈൻ ഇൻ ചെയ്ത് കൊടുത്താലൊക്കെ എന്ത് ചെയ്യുന്നുള്ളൂ, അവർക്ക് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നുള്ളൂ. മാൽ പ്രാക്ടീസിൻ്റെ ഇഷ്യൂസ് ഒക്കെ വന്നത് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞാൽ നമ്മളുടെ MTAയുടെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾ ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യാം. സോ ഡയറക്റ്റ് നമ്മൾ എന്താണ്, നമ്മുടെ അഡ്മിറ്റ് കാർഡിനും മറ്റുമൊക്കെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയൊക്കെ നമ്മൾ ലോഗിൻ ചെയ്ത സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ പോർട്ടലിൽ തന്നെ നമ്മൾ പോയിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന് അർഹനാണെങ്കിൽ, സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് തന്നെ സർട്ടിഫിക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് സർട്ടിഫിക്കറ്റ്സിന്റെ കട്ട് ഓഫ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. സോ കട്ട് ഓഫ് ഫോർ സർട്ടിഫിക്കറ്റ്സ് IOQM 2024 നാഷണൽ സർട്ടിഫിക്കറ്റിനുള്ള കട്ട് ഓഫ് 24 മാർക്സ് ആണ്, അതായത് 24 മാർക്സ് ആണ്. സോ നിങ്ങൾ IOQMൽ നിങ്ങൾക്ക് 24 മാർക്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നാഷണൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ ഇനി റീജിയനിൽ നമ്മൾ പറഞ്ഞു, ഓരോ റീജിയനിലും ഡിഫറെൻറ്റ് കട്ട് ഓഫ്സ് ആണ്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, റീജിയൻ കോഡ് അനുസരിച്ചാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ റീജിയൻ കോഡ് നോക്കിയാൽ ഫസ്റ്റ് റീജിയൻ 37 ഒക്കെ കട്ട് ഓഫ് ഉള്ള റീജിയൻസ് ഉണ്ട്. നമ്മുടെ കേരള ലക്ഷദ്വീപ് റീജിയൻ, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നോക്കിയാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ KL 28 എന്നാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ 28 എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള റീജിയൻ കോഡാണ്. സോ റീജിയൻ 28 കേരള റീജിയനിലും 24 തന്നെയാണ് കട്ട് ഓഫ്. സോ അത് റാൻഡം ആയിട്ട് വന്നതാണ്. നാഷണൽ കട്ട് ഓഫ് ആയിട്ട് ഈക്വൽ ആയിട്ടാണ് നമ്മുടെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. സോ കേരള റീജിയനിലും നാഷണൽ സർട്ടിഫിക്കറ്റിനും 24 ആണ് കട്ട് ഓഫ്സ് ഉള്ളത്. സോ നിങ്ങൾക്ക് 24 മാർക്സ് അല്ലെങ്കിൽ അതിന് മേലെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ
ആണെങ്കിൽ നിങ്ങൾക്ക് 2 സർട്ടിഫിക്കറ്റും കിട്ടുന്നതായിരിക്കും. ഇനി അതിന് താഴെയാണെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ RMO ക്വാളിഫൈഡ് ആണെങ്കിലും അല്ലെങ്കിലും സർട്ടിഫിക്കറ്റ് കട്ട് ഓഫ് വേറൊരു പാറ്റേൺ ആണുള്ളത്. സോ ഇതുപോലെ നമ്മളുടെ ഒളിമ്പ്യാഡ് എക്സാംസിന് മുന്നോട്ടുള്ള കാര്യങ്ങൾ, അപ്ഡേറ്റ്സ്, ഏതൊക്കെ എക്സാംസ് വരുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ അറിയാൻ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ വരുന്ന വർഷങ്ങളിലേക്കുള്ള ഫുൾ ഒളിമ്പ്യാഡ് ക്യാമ്പയിൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ഒളിമ്പ്യാഡ് എഴുതാൻ താല്പര്യമുള്ള ഫ്രണ്ട്സിനെല്ലാം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.